ഗൈസ്, ജിസേലിൻ്റെ ചന്തിയാണ് ഗൈസ് പ്രധാന ചർച്ചാ വിഷയം. എന്താ ചെയ്യുക? സംഭവം കിച്ചണിൽ, ആ തമ്പനയിൽ കണ്ട പോലെ കിച്ചണിൽ അനീഷും ഷാനവാസും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് നോക്കണോ വേണ്ടേന്നറിയില്ല, ബിഗ് ബോസ് പിടിക്കോ ഇല്ലേന്നറിയില്ല. അപ്പുറത്ത് ആര് ചന്തി കാണിച്ച് നിൽക്കുന്നുണ്ട്? ജിസേൽ. അപ്പുറത്ത് ആരുണ്ട്? ഇവിടെ നെവിൻ ഷാനവാസ്, അനീഷ്, നെവിൻ. ഓക്കെ, അപ്പുറത്ത് ആര് നിൽക്കുന്നുണ്ട്? ജിസേൽ ലെഗിങ്സ് ഇട്ടിട്ട്. ലെഗിങ്സിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സാധനം ഭയങ്കര അത്രയും സ്കിന്നിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സംഗതിയാണല്ലോ. അതിൻ്റെ കളറും ഒരു പ്രത്യേക തരത്തിലാണ്. അതേപോലെ തന്നെ ടോപ്പ് എന്ന് പറയുന്നത് അത്ര ഇറക്കില്ല. അപ്പോൾ അനുമോളൊക്കെ പറയുന്നത് ഞാനൊരിക്കലും ഇങ്ങനെയുള്ള ലെഗിങ്സ് ഒന്നും ഇടൂല, ഡ്രസ്സൊന്നും ഇടൂല അതില്ലേ. അനുമോള് പിന്നെ മലയാളി മങ്ക അല്ലേ, ആ രീതിയിലാണ് ഓൾഡ് ഡ്രസ്സിങ് ഒക്കെ ഉണ്ടാവുക അല്ലേ. കുലസ്ത്രേ അനുമോള് പാവം, അനുമോളൊന്നും ചെയ്യൂല എന്നാണ് പറയുന്നത്. ജിസേൽ പക്ഷെ അങ്ങനെ ഇട്ടു. ജിസേൽ ഞാൻ മുംബൈ വാലി രാജകുമാരി ആയതുകൊണ്ട് അങ്ങനെ ഡ്രസ്സ് ചെയ്യുന്നതാണ്. പല പെണ്ണുകൾ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അവൾ ചന്തി കാണിച്ചിട്ടാണ് അവൾ ബിഗ് ബോസിൽ 1 കോടി ഉറുപ്പ്യ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ ചെയ്യില്ല. അത് ഈ പുരുഷന്മാരുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കണമെന്ന്. ഷാനവാസും അനീഷും നോക്കണോ വേണ്ടേ, കാണണോ വേണ്ടേ വെച്ചിട്ട് അവർ നിൽക്കണം. നെവിൻ്റെ കാര്യം വിട്ടേക്കുന്ന്. എന്താ നെവിൻ ആണല്ലേ? നെവിൻ പുരുഷനല്ലേ? അതെന്താ പുരുഷന്മാരുടെ മുന്നിൽ ലെഗിങ്സ് ഇടാൻ പാടില്ല എന്ന്? അതെന്താ ലെഗിങ്സ് ഇടാൻ പാടില്ലേ? ചന്തി കാണുന്നുള്ളതുകൊണ്ട് ഇത് ഇടാൻ പാടില്ല എന്നാണ്? അതൊരു ഡ്രസ്സല്ലേ? പറയാണ് ഇനി പുരുഷന്മാർ നല്ല ഇത്രയും ക്യാമറ 1072 ക്യാമറ അവിടെ ഉള്ളപ്പോൾ 1 കോടി ഉറുപ്പ്യ തരാമെന്ന് പറഞ്ഞാൽ അത് ചെയ്യൂല എന്നൊക്കെ. 1 കോടി ഉറുപ്പ്യ ചെയ്യാനില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ തുണി എടുത്തിട്ടുണ്ടല്ലോ, പിന്നെന്താ പ്രശ്നം? ലെഗിങ്സിൽ ഇട്ടറിന്. ഒന്നാമത്തെ കാര്യം അവിടെ ഒരു ചർച്ചാ വിഷയമാകുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, സ്വാഭാവികമായിട്ട് എന്താണ് അവൾ ധരിച്ചിട്ടുള്ളത്? ലെഗിങ്സ് അല്ലേ. ലെഗിങ്സിൽ ഡ്രസ്സ് അവിടെ ധരിക്കണത് കൊണ്ട് കുഴപ്പമില്ല, നിയമപരമായിട്ട് പ്രശ്നമില്ല. അതായത് അവിടുത്തെ നിയമപരമായി ഇൻ ദ സെൻസ് റൂൾസ് അവിടെ പ്രശ്നമില്ല, ലെഗിങ്സ് ധരിക്കാലോ. പിന്നെ ഓരോരുത്തരുടെ ഫിസിക്കലായിട്ടുള്ള ഒരു സ്ട്രക്ചർ അങ്ങനെയൊക്കെ ആവും. അതിനനുസരിച്ച് ഇപ്പോൾ ലെഗിങ്സ് അനുസരിച്ച് മാറ്റാൻ പറ്റില്ലല്ലോ, ഡ്രസ്സിനനുസരിച്ച് ഇത് മാറ്റാൻ പറ്റുമോ? ഇല്ല. പിന്നെ അവളത് കംഫർട്ടബിളാണ് ഇടണത് കൊണ്ട് അതിപ്പോൾ എന്താ പ്രശ്നം? ഇവിടെ പുരുഷന്മാർ ടോപ്പ് ഇടാണ്ട് ട്രൗസർ മാത്രം ഇട്ട് നടന്നുള്ള സീസണുകളുണ്ട് ഇവിടെ. സാബുമോൻ ടോപ്പ് ഊരി വെച്ചിട്ട് പുഷപ്പ് എടുത്തിട്ടുണ്ട് അവിടെ ഇല്ലേ. ഇവിടെ ലെഗിങ്സ് വെച്ചിട്ട് ബോഡി കവർ ചെയ്യുന്നുണ്ട്. അല്ല, കവർ ചെയ്തോണ്ടോ ഇല്ലേന്നല്ല അവിടെ വിഷയം. അവിടെ പറഞ്ഞു വരുന്നത് ഇവരെന്താ ലെഗിങ്സ് ഇട്ടിട്ടുണ്ടല്ലോ, അതാണ് ഇതിൻ്റെ ഒരു വിഷയം. നമുക്ക് ഒരു സംഗതി ഇഷ്ടമാണുണ്ടോ ഇല്ലേന്നല്ല ഗൈസ്, സംഭവം ശരിയാണ്. നമുക്കൊരു സംഗതി ഇഷ്ടപ്പെടാം, ഇഷ്ടപ്പെടാതിരിക്കാം, കാണാണ്ടിരിക്കാം. ഇതിപ്പോൾ ഫാമിലി മൊത്തം ഇരുന്നിട്ട് കാണേണ്ട ഒരു ഒരു സംഗതിയാണ് ബിഗ് ബോസ് റിയാലിറ്റി ഷോ എന്ന്. ഫാമിലിക്ക് കാണുന്ന രീതിയിലാണ് എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ റിയാസ് അവിടെ വന്നിട്ട് ഇങ്ങനെ ഡയലോഗ് അടിക്കണ്ടായിരുന്നല്ലോ, ഇത് ഫാമിലി ആളുകൾക്ക് കാണേണ്ടതാണ് എന്നൊക്കെ. അവൻ ഫക്ക് പറഞ്ഞിട്ട് ഇത്ര പറഞ്ഞിട്ടുണ്ടായില്ല, എഫ് മനസ്സിലാവുണ്ട്. അപ്പോൾ ഇതിലൊന്നും വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേസ്. അവനവൻ്റെ ബോഡി, അവനവൻ്റെ അവകാശം, മനസ്സിലാവുണ്ടോ? അത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യം. ഡ്രസ്സിങ്ങിലൊന്നും നമ്മൾ സദാചാരം വെച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ആളുകൾക്കത് ഇഷ്ടാവുണ്ടോ ഇല്ലേ എന്നൊന്നും ഇവിടുത്തെ വിഷയമല്ല. അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ടല്ലോ, അതന്നെ അതിൻ്റെ കാര്യം, അത്രയേ ഉള്ളൂ. ഇവിടെ ജെട്ടി പുറത്തിടുന്നുണ്ട് മറ്റേ ടാസ്കിൽ. സാബുമോൻ അന്ന് ഓർമ്മയുണ്ടോ? നൂതില ചെരുപ്പ് ഫാക്ടറിയിൽ അഡ്വർടൈസ്മെൻറ്റിൽ ബാറ്റ്മാനോ ആയതൊരു മാനില്ലേ, അങ്ങനെ ഇട്ട് വരണ പോലെ സാബുമാൻ അങ്ങനെ വരുന്നുണ്ടല്ലോ. അതൊന്നും ഇവിടെ പ്രശ്നമില്ലേ. ഉള്ളിലിടുന്ന ഡ്രസ്സല്ലേ ഷിമ്മി പുറത്തിടണമായിട്ടുള്ള ഡ്രസ്സ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ അല്ലേ. ഇതിലൊന്നും വലിയ കാര്യമില്ല. അതേപോലെ വല്ല ബ്രേസറുമാരിയുള്ളൊരു ഡ്രസ്സ് ഉണ്ടല്ലോ പലർക്കും ഇല്ലേ. ഇതൊന്നും ഇവിടെ ഒരു വിഷയമില്ല. അവൾ വസ്ത്രം ധരിച്ചിട്ട് തന്നെ വന്നിറങ്ങുക. അവളുടെ ശരീരം അങ്ങനെ ആയതുകൊണ്ട് ഇപ്പം എന്താ വിഷയം? പിന്നെ ഇത് ആളുകൾ കാണണോ വേണ്ടേ എന്നൊക്കെ തീരുമാനിക്കുന്നത് അവിടുത്തെ ഒരു അവസ്ഥയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഈ സദാചാരം പറഞ്ഞ ആൾ നെവിൻ പുരുഷനല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നെവിൻ പുരുഷനല്ലേ? അത് ശരി. അപ്പോൾ എന്തായാലും ഗൈസ്, എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ബിഗ് ബോസിൽ നമ്മൾ കുറേ കാര്യങ്ങൾ കാണുന്നുണ്ടല്ലോ, തല്ലും പിടിയും ചീത്ത പറയലും തെറി പറയലും ഒന്നും തള്ളും അതും ഇതും, ഫുഡിൽ ഈ പറഞ്ഞമാതിരി ഉപ്പ് കൊണ്ടയിടലും, കുറേ വേസ്റ്റ് സാധനങ്ങൾ അവിടെ ഇവിടെ കൊണ്ടുപോയിടൽ, അത് അടിച്ചൊരിപ്പിക്കൽ, ഇതൊക്കെ കാണുന്നുണ്ടല്ലോ. അതിൻ്റെ ഇടയിൽ ജിസേൽ ഇങ്ങനെ ഒരു വസ്ത്രം ധരിച്ച് വരുന്നത് ജിസേലിൻ്റെ ചന്തി കണ്ടു എന്നാണ് ഇവിടുത്തെ ഒരു വിഷയം. ജിസേൽ ഡ്രസ്സ് ധരിച്ചിട്ടുണ്ട്,
അതിപ്പോൾ ജിസൈലിൻ്റെ ആയിക്കോട്ടെ, അനീഷിൻ്റെ ആയിക്കോട്ടെ, ഷാനവാസിൻ്റെ ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, വസ്ത്രം ധരിച്ചിട്ടാണ് ഇവർ നടക്കണത്. അതിനിപ്പോൾ എന്തപ്പോൾ പ്രശ്നം? ഒരു കുഴപ്പമില്ല ഗൈസ്, എന്നെ സംബന്ധിച്ചുള്ള ഒരു കുഴപ്പമില്ല. പിന്നെ നിങ്ങൾക്കിത് കംഫർട്ടബിൾ ആണോ അൺകംഫർട്ടബിൾ ആണോ എന്നുള്ളതൊന്നും അത് ആ വസ്ത്രം ധരിക്കുന്ന ആളുടെ വിഷയമല്ല. ഒരാൾ വസ്ത്രം ധരിക്കുന്നത് ബേസിക് അവരുടെ കംഫർട്ടിനും കോൺഫിഡൻസിനും വേണ്ടിയിട്ടുള്ളതാണ്. അത് ബിഗ് ബോസ് എലോ ചെയ്യുന്നുള്ള വസ്ത്രമാണ് അതിൻ്റെ ഉള്ളിൽ കയറ്റുള്ളൂ അല്ലേ? ബിഗ് ബോസ് എലോ ചെയ്തിട്ടുള്ളൊരു വസ്ത്രം ധരിച്ച് അവർ നടക്കുന്നു. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ ഇഷ്ടമില്ലേ എന്നുള്ള ഒരു വിഷയമില്ല, അത് അവരുടെ ഇഷ്ടമാണ്. നിങ്ങളും അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് അവരോട് ഇഷ്ടമില്ലെങ്കിൽ വോട്ട് കൊടുക്കണ്ട, പ്രശ്നം തീർന്നല്ലോ. നോമിനേഷനിൽ വരുമ്പോൾ വോട്ട് കൊടുക്കണ്ടേ? എന്നാൽ പിന്നെ ഇനി ഇങ്ങനത്തെ ഉള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത സോ കോൾഡ് വിത്തിൻ കോഡ്സ് സോ കോൾഡ് വസ്ത്രം ധരിച്ചിട്ട് അവർ ഇനി ചന്തി കാണിച്ച് അവിടെ നിൽക്കില്ല. മനസ്സിലാവുണ്ട്? അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള ഒന്ന് കമൻറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ സന്തോഷമായിരിക്കും ഗൈസ്. എനിക്കിത് ഭയങ്കര പ്രത്യേകിച്ച് ഒന്നും തോന്നില്ല. അതാണ് ഓരോ വിഷയം, അത്രയേ ഉള്ളൂ അല്ലേ? ഇന്നിപ്പോൾ ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഇന്ന് ഞാൻ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ച്, ഇപ്പോൾ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ച് മറ്റേ ഷാനവാസും അനീഷും ഇല്ലേ, അവർ തമ്മിലുള്ള ഒരു കോംബോ സംഭവമായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ വീഡിയോ ഉണ്ട്. അപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യുന്ന വിചാരിച്ചിട്ട് ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ കണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഞാൻ ജിസൈലിനൊപ്പമാണ്. അത്രയേ ഉള്ളൂ കേസ്. പിന്നെ സംഭവം ശരിയാണ്, ഫാമിലിയായിട്ട് കാണുമ്പോൾ അത് രസമാവോ, അത് അവർക്ക് ഇഷ്ടാവില്ലേ, അതൊന്നും ഇവിടുത്തെ വിഷയമല്ല. നമുക്ക് ഇഷ്ടാവുണ്ടോ ഇല്ലേ എന്നത് വിഷയമല്ല. നമുക്കിപ്പോൾ ചില ക്രിഞ്ച് ഡയലോഗ്സ് അവിടെ കേൾക്കുമ്പോൾ ഇഷ്ടാവുമോ ഇല്ല എന്ന് കരുതിയിട്ട് എന്താ അവിടെ ക്രിഞ്ച് ഡയലോഗ്സ് പറയുന്നില്ലേ? അതുപോലെ ചില ആളുകളുടെ ഇരുത്തം കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മാറിടത്തിൻ്റെ കുറച്ച് ഭാഗം കാണുന്ന പോലെയൊക്കെ ഉണ്ടായിരിക്കും. നമുക്ക് സദാചാരം പറയാൻ പറ്റില്ല. അത് അവരുടെ പേഴ്സണലായിട്ട് ഇഷ്ടങ്ങളാണ്. കാണണ്ടോ ഇല്ലേ, നോക്കണ്ടോ ഇല്ലേ, അതൊക്കെ അവർ മറ്റുള്ളവരുടെ ഇതുപോലെ ഇരിക്കും. ബിഗ് ബോസ് എലോ ചെയ്തിട്ടുള്ള രീതിയിൽ അവിടെ ജീവിക്കാം. റൂളിനെതിരാണെങ്കിൽ പിടിച്ച് പുറത്താക്കും. അത്രയേ ഉള്ളൂ ഗൈസ്. അതാണ് എൻ്റെ അഭിപ്രായം. സോ അത്രയേ ഉള്ളൂ. വസ്ത്രം ധരിക്കുക, ഭക്ഷണം കഴിക്കുക, അതെന്ത് കഴിക്കണം, ഏത് കഴിക്കണം, എന്ത് ധരിക്കണം, എങ്ങനെ ധരിക്കണം എന്നുള്ളതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. ബിഗ് ബോസ് ഒരു റൂൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ റൂളിനുള്ളിൽ നിന്നുകൊണ്ട് ആർക്കും അവിടെ എന്തും ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ പരിണിത ഫലങ്ങൾ അവിടെ അനുഭവിക്കുന്നതായിരിക്കും. ഓക്കെ ഗൈസ്.